ക്രിസ്മസിന് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. വൈറ്റ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രീൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ റൗണ്ട് ബീഡാണ് എടുത്തിരിക്കുന്നത്, റെഡ് റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ 4 കളർ ഷെയ്ഡിൽ വരുന്ന സിൽക്ക് ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ്റെ 2 ഷെയ്ഡും റെഡും പിങ്കും. ഇപ്പം ക്രിസ്മസ് ഡിസൈൻ ആയതുകൊണ്ട് റെഡ് ഗ്രീൻ കോംബോയിലാണ് നമ്മൾ ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഞാനിവിടെ ഡിസൈന് റെഡ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ട്രേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡ് യൂസ് ചെയ്യണ്ട കേട്ടോ, യെല്ലോ യൂസ് ചെയ്താൽ മതി. റെഡ് യൂസ് ചെയ്യുമ്പം ഇങ്ക് സ്പ്രെഡ് ആവുന്നുണ്ട്, വൈറ്റിലായതുകൊണ്ട് നന്നായിട്ട് അത് വിസിബിൾ ആണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റെം പോർഷനിലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി ഇവിടെ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നീഡിൽ ഇവിടുന്ന് പൊക്കിയെടുക്കുവാണ്, എന്നിട്ട് ആ സെയിം പോയിന്റിലേക്ക് തന്നെ നീഡിലൊന്ന് താഴ്ത്തിയെടുക്കുവാണ്. ഇനി ത്രെഡ് ഫുള്ളായിട്ട് വലിക്കാൻ പാടില്ല, ഇത്ര മാത്രം വലിച്ചിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കടത്തിയിട്ട് വേണം ഫുള്ളായിട്ട് വലിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റെമ്മിൽ ഗ്രീൻ കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിലും ഭംഗി ഇതുപോലെ ത്രെഡ് വർക്ക് ആണെന്ന് തോന്നിയുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ സ്റ്റിച്ചൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഇതുപോലത്തെ ചെറിയ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ നമ്പർ 9 ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ആയിരിക്കും. വലിയ നീഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ചെയ്ത് കഴിയുമ്പം ആ ഹോൾ വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ആ ഒരു കറക്റ്റ് നീഡിലുകൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വർക്കുകൾ പെർഫെക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നീഡിൽസ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 9 ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ത്രെഡ് വർക്കും അതുപോലെ ബീഡ് ഒന്നിച്ച് വരുന്ന വർക്കുകളില്ലേ, അതിനൊക്കെ നമ്മൾ നീഡിൽ നമ്പർ 9 ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി വീണ്ടും ഗ്രീൻ കളറുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 4 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 8 സ്റ്റാൻഡ്സ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ലീഫ് വർക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്നാണ് ആദ്യം നീഡിൽ എടുക്കുന്നത്. എന്നിട്ട് കുറച്ച് താഴെയായിട്ട് നീഡിൽ ഇതുപോലെ താഴ്ത്തി കഴിയുമ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് സ്റ്റിച്ച് കിട്ടും. ഇനി വീണ്ടും നീഡിൽ എടുക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ നീഡിൽ എടുത്തതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് ഹാഫ് പോർഷൻ ആദ്യം ഫില്ല് ചെയ്യുക, എന്നിട്ട് വേണം മറ്റേ ഹാഫ് പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട്. നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കുകൾ വരുമ്പം കുറച്ചധികം ടൈം വേണ്ടി വരും. കാരണം ഇതിൻ്റെ സ്റ്റാൻഡ്സ് വരുന്നത് 4 സ്റ്റാൻഡ്സ് 6 സ്റ്റാൻഡ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ തവണയും നമ്മൾ ത്രെഡ് നീഡിലേക്ക് ലോഡ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി വരും, കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും നമ്മൾ ഈ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്കുകൾ വരുമ്പം. പിന്നെ ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിൽ ഇത്രയും സമയം ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് വരുമ്പോഴെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രീമിയം ലുക്കായിരിക്കും, ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു പ്രീമിയം ലുക്ക് വരും സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. ആദ്യമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പ്രാക്ടീസ് ആയിക്കോളും. ഞാനിവിടെ ലീഫ് വർക്കിന് 2 കളർ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൾട്ടി കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് കുറച്ചുകൂടെ റിച്ച് ലുക്കിലേക്ക് വരുന്നതായിരിക്കും. ഇനി പിങ്ക് ത്രെഡ് 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 12 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കിളിൻ്റെ നടുക്ക് നമുക്ക് ആദ്യം ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഫ്രഞ്ച് നോട്ടിന് ചുറ്റുമായിട്ട് ബുള്ളിയൻ നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് ആ സെയിം പോയിന്റിലേക്ക് തന്നെ നീഡിൽ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുവാണ്. എന്നിട്ട് നീഡിൽ ഇതുപോലെ പിടിച്ചിട്ട് ഒരു 6 തവണ ഇതുപോലെ ഒന്ന് ത്രെഡ് ചുറ്റിയെടുക്കുക. ഇനി ഇവിടെ പിടിച്ചിട്ട് നീഡിൽ ഇതുപോലെ വലിച്ചു കൊടുക്കണം. വലിച്ചു കൊടുത്തിട്ട് ആ ത്രെഡ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുവാണ്. അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പോയിന്റില്ലേ, ആ പോയിന്റിലേക്ക് നീഡിലൊന്ന് താഴ്ത്തിയെടുക്കുവാണ്. ഇനി ഇതേപോലെ തന്നെ ഒരു 2 ബുള്ളിയൻ നോട്ടും കൂടെ ചെയ്യുവാണ്. അപ്പോൾ ടോട്ടൽ 3 ബുള്ളിയൻ നോട്ടാണ് ആ ഒരു ഫ്രഞ്ച് നോട്ടിന് ചുറ്റുമായിട്ട് വരുന്നത്.
ഇനി റെഡ് ത്രെഡ് 6 സ്റ്റാൻഡ്സ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് 12 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബുള്ളിയൻ നോട്ടിന് ചുറ്റുമായിട്ട് ഇനി നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്, എന്നിട്ട് താഴെ നിന്ന് ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുവാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ബുള്ളിയൻ നോട്ട് ചെയ്ത അതേ മെത്തേഡ്, പക്ഷേ ത്രെഡ് ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ത്രെഡ് ഇതുപോലെ പിടിക്കുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ നീഡിലേക്ക് ഇതുപോലെ കടത്തി കൊടുക്കുക. വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക, വീണ്ടും നീഡിൽ കടത്തി കൊടുക്കുക, വീണ്ടും ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു 12 പ്രാവശ്യം ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന സ്റ്റിച്ച് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. പിന്നെ നമ്മുടെ ഫ്ലവറിന് കുറച്ചും കൂടി 3D ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ സ്റ്റിച്ചസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന മെത്തേഡ് തന്നെ, പക്ഷേ ഇതുപോലെ ആയിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ കെട്ടൊക്കെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് തന്നെ വേണം ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കെട്ട് വീഴും. ഇനി ഇത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ കൈ പിടിച്ചിട്ട് നീഡിൽ ഇതുപോലെ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നീഡിൽ പൊക്കിയെടുക്കുന്നത് ആ ഒരു പെറ്റലിൻ്റെ ഒരു 1/4 ഭാഗത്ത് നിന്നാണ്. എന്നിട്ട് താഴെ നിന്ന് ആ പോയിന്റിലേക്ക് വീണ്ടും നീഡിൽ കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് അതിന് ചുറ്റുമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നടുക്കത്തെ പോർഷനിൽ കുറച്ച് ലൈൻസ് പോലെ വന്നിട്ടുണ്ടല്ലോ, അവിടെ ബീഡ് വർക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വൈറ്റ് കട്ട് ബീഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ ഷെയ്ഡ് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ ഒരു ത്രെഡ് വർക്ക് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ വൈറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോത്തിൻ്റെ സെയിം കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 കട്ട് ബീഡ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു റെഡ്